CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. ജനറൽ സെക്രട്ടറി ഡി രാജയാണ് ബിനോയ് വിശ്വത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. അതേസമയം സംസ്ഥാന കൌൺസിലിൽ വെട്ടിനിരത്തൽ 4 പേരെ ഒഴിവാക്കി. ചാത്തന്നൂർ MLA ജയരാജനെ ഇത്തവണയും കൌൺസിലിൽ ഉൾപ്പെടുത്തിയില്ല. പ്രതിഷേധം പരസ്യമാക്കി സംസ്ഥാന കൌൺസിൽ അംഗം മീനാങ്കൽ കുമാർ ഇറങ്ങിപ്പോയി. വിവരങ്ങളുമായി റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, ബിനോയ് വിശ്വം ഇതാദ്യമായി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ഡി രാജ നിർദ്ദേശിക്കുന്നു. എതിർപ്പുകളില്ലാതെ അദ്ദേഹത്തിന്റെ പേരിലേക്ക് സംസ്ഥാന സെക്രട്ടറി പദം എത്തുകയായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ യോഗത്തിൽ നടക്കുന്നത്? സുജയ, നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ CPIയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക്, നിർവാഹക സമിതിയിലേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. അല്പസമയം മുമ്പ് ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രതിനിധികളോട് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വം തുടരട്ടെ എന്ന പേര് അദ്ദേഹം മുന്നോട്ട് വെച്ചു. പ്രതിനിധികൾ എല്ലാവരും കൈയടിച്ച് അത് പാസ്സാക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഇവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 അപ്രതീക്ഷിത വെട്ടിനിരുത്തലുകൾ ഇവിടെ ഉണ്ടായി. തിരുവനന്തപുരത്ത് നിന്നുള്ള 2 പേരെയും, കോട്ടയത്ത് നിന്ന് AUFന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ ശുഭേ സുധാകരനെ അടക്കമുള്ള ആളുകളെ അപ്രതീക്ഷിതമായി വെട്ടിനിർത്തി. ചാത്തന്നൂർ MLA ജയലാല് ഇതിലേക്ക് വരും, സംസ്ഥാന കൗൺസിലേക്ക് വരും എന്ന് കരുതിയെങ്കിലും ജയലാല് കൗൺസിലേക്ക് വന്നില്ല. ഇപ്പോൾ നേതാക്കൾ ബിനോയ് വിശ്വത്തിന് അഭിവാദ്യമർപ്പിക്കുകയാണ്. ഡി രാജ അടക്കമുള്ള നേതാക്കൾ നിന്ന്, സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും അടക്കമുള്ളവർ നിന്ന് സദസ്സിനെ അഭിവാദ്യം ചെയ്യുന്നത് കാണാം. അതിൽ സന്തോഷ് കുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. ബിനോയ് വിശ്വം ഇതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കെ രാജൻ അടക്കമുള്ള ആളുകളും ഇവിടെ നിന്ന് സദസ്സിനെ അഭിവാദ്യം ചെയ്യുകയാണ്. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ CPIയുടെ സമ്മേളന നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഒപ്പം ബിനോയ് വിശ്വം അടക്കമുള്ള കെ രാജൻ ബിനോയ് വിശ്വത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ബിനോയ് വിശ്വം ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് വീണ്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ ബിനോയ് വിശ്വത്തിന്റെ തത്സമയ പ്രതികരണമാണ്. ഇറങ്ങിയിട്ട് ഇപ്പോൾ തന്നെ അദ്ദേഹം ബിനോയ് വിശ്വം ഇപ്പോൾ തന്നെ മാധ്യമങ്ങളെ കാണും. സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് മാധ്യമങ്ങളെ കാണാനുള്ള തീരുമാനമെടുത്ത് അദ്ദേഹം വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരെ താഴേക്ക് ഇറങ്ങി മാധ്യമങ്ങളെ കാണും. പ്രധാനപ്പെട്ട നേതാക്കൾ കെ പ്രകാശ് ബാബു ആലിംഗനം ചെയ്ത് ബിനോയ് വിശ്വത്തെ അഭിവാദ്യം അർപ്പിക്കുന്നത് കാണാം. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. ഇപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. പൂച്ചെണ്ട് നൽകി മുല്ലക്കര രത്നാകരനും മറ്റും അഭിവാദ്യം അർപ്പിക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. അദ്ദേഹം ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും. ഡി രാജ, അദ്ദേഹത്തിന് ഒപ്പം തന്നെ ഡി രാജയുണ്ട്. നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ കാനം രാജേന്ദ്രന്റെ നിര്യാണത്തിന് ശേഷമാണ് ബിനോയ് വിശ്വം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. അതിനുശേഷം ബിനോയ് വിശ്വം തുടരട്ടെ എന്ന നിലപാട് പാർട്ടി നേതാക്കൾ എടുത്തിരുന്നു. നേരത്തെ തന്നെ മറ്റു തരത്തിലുള്ള മുൻപുണ്ടായിരുന്നത് പോലുള്ള വിഭാഗീയതയൊന്നും പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള തർക്കങ്ങളോ മറ്റും ഉണ്ടാകില്ല എന്ന് വ്യക്തമായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. ഇപ്പോൾ പ്രതികരണം അദ്ദേഹത്തിന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വീണ്ടും എത്താം. റഹീസ്.